ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 17:24-25. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവനെ ദൈവം സഹായിക്കുന്നവൻ, ശരിക്കുള്ള അനുദപിക്കുന്നവനെ ആ പാപത്തിൻ്റെ കുഴി, ഏത് കുഴിയിലാണോ കിടക്കുന്നത് അവിടെ നിന്ന് അവനെ കരകയറ്റാൻ ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കും. പ്രസ്തലോഷം ഏത് കെണി, എത്ര വലിയ കെണിയിൽ നിന്നാണല്ലോ അവനെ പുറത്തു കൊണ്ടുവരും. പക്ഷെ പശ്ചാത്താപം ഉണ്ടാകണം, അനുതാപം അവൻ്റെ ഉള്ളിലുണ്ടാകണം, അല്ല ന്യായീകരണമല്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായത്തിൽ പറയുവേ, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പശ്ചാത്താപം കിട്ടില്ല. അതായത് പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയും, 1 മുതൽ 8 വരെ, സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും വരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ടെന്നെ നിയന്ത്രിക്കാനെന്ന് പറയരുത്, കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്, അങ്ങനെയുള്ളവന് പശ്ചാത്താപം കിട്ടില്ല. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയരുത്, കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്, അവിടുന്ന് നിന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. അങ്ങനെ നീട്ടിവെക്കുന്നത് പശ്ചാത്താപമില്ലാത്ത, പാപബോധമില്ലാത്ത, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ, ദൈവത്തോടുള്ള ആത്മാർത്ഥത പറ്റിപ്പോയ ഹൃദയങ്ങളാണ് കുമ്പസാരം നീട്ടി വെക്കുകയെ, അത് മാനസാന്തരം നീട്ടി വെക്കുകയെ. നാളെ ആട്ടെ, ഒരാഴ്ചയും കൂടെ സുഖിച്ചിട്ട് നമുക്ക് മാനസാന്തരപ്പെടാം. അങ്ങനെ ചിന്തിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം ഒരിക്കലും ഉണ്ടാകില്ല. ആത്മാവ് തീ നരകത്തിലേക്ക് പോകുന്ന ആത്മാവാണ്. അതുകൊണ്ട് അനുദപിക്കണം, പശ്ചാത്തപിക്കണം. ദൈവത്തിൻ്റെ കരുണ നിസ്സീമമായ കരുണയാണ് ദൈവം ഒഴുക്കുന്നത്. പക്ഷേ ആ കരുണയിൽ ഒരുവൻ ആശ്രയിക്കണം. അല്ലാതെ അവൻ തലതിരിഞ്ഞു നിന്നാൽ, പുറംതിരിഞ്ഞു നിന്നാൽ ഒരിക്കലും ആ കർത്താവിൻ്റെ കരുണ അവന് സ്വന്തമാക്കാനായിട്ടാവില്ല. സ്വരമടത്തെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ധൂർത്തപുത്രൻ്റെ ഭൂമിയിൽ ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് അവൻ സുബോധത്തോടെ, അവൻ സുബോധം വന്നപ്പോൾ അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തെയാടി അപ്പൻ്റെ അടുക്കിലേക്ക് ഓടി അടുക്കുന്ന കാണാവേ. ദൂരെ വെച്ച് തന്നെ അപ്പൻ അവനെ കണ്ടു. സ്നേഹം നിറഞ്ഞ ദൈവം അവനെ കണ്ടു ഓടിച്ചെന്ന് വാരി പുണർന്ന്. എന്തൊരനുഭവം അല്ലേ! എംബ്രേസ് ചെയ്യും. എന്നിട്ട് അവനെ കൊണ്ട് പോവുകയാണ്. അവനെ വീട്ടിൽ കൊണ്ടുപോയി അവനെ ചെരുപ്പിടിപ്പിക്കുന്നു, അവന് മോതിരം കൊടുക്കുന്നു, അവന് വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം വിരുന്നൊക്കെ നടക്കുകയാണ്. നഷ്ടപ്പെട്ട ഒരാളെ സ്വർഗത്തിൽ തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗത്തിൽ എന്തോ ഒരു ആനന്ദമാണെന്നറിയാമോ? ഈ കൺവെൻഷൻ കഴിയുമ്പോൾ സ്വർഗത്തിൽ ആനന്ദമുണ്ടാകണമെങ്കിൽ ഒരൊറ്റ സംഭവമുള്ളൂ, മാനസാന്തരം നടന്നാൽ മാത്രം. മാനസാന്തരം നടന്നാൽ, തിരിച്ചു വന്നാൽ മാത്രമേ സ്വർഗത്തിന് ആനന്ദമുണ്ടാകുള്ളൂ, സ്വർഗം ആഹ്ലാദിക്കുകയുള്ളൂ, മാലാഹമാർ ആനന്ദിക്കുകയുള്ളൂ, കർത്താവ് ആനന്ദിക്കുകയുള്ളൂ. അല്ലാതെ അത്ഭുതങ്ങളോ രോഗശാന്തികളോ സംഭവിച്ചാലൊന്നും സ്വർഗത്തിന് ആനന്ദമൊന്നും ഉണ്ടാകത്തില്ല. എത്ര പേര് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വന്നു, അതിലാണ് സ്വർഗത്തിൻ്റെ ആനന്ദം, സ്വർഗത്തിൻ്റെ സന്തോഷവത. ലൂക്കാസ് വിശേഷം 7-ാം അധ്യായത്തിൻ്റെ 38 പാപിന് കർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ട്, കർത്താവ് ഭക്ഷണം കഴിക്കുമ്പോൾ, ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുമ്പോൾ ഈ പാപിനെ എന്നിട്ട് കണ്ണീര് കൊണ്ടവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു. സ്ഥലമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പാപിക്ക് ശരിക്കുള്ള രക്ഷയുണ്ടാകണം ഈ കാര്യങ്ങൾ. ഈ പാപിന് ചെയ്ത 4-5 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, അവൾ ചെയ്യുന്നത് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലും. അവിടെ ആളുകളെല്ലാം നോക്കി നിൽപ്പുണ്ട്. യേശു വിരുന്നിരിക്കുക, ഭക്ഷണശാലയിലിരിക്കുകയാണ്. ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണം. അപ്പോൾ ഒത്തിരി പേരുണ്ട്. മറ്റുള്ളവരെ നോക്കുന്നില്ല, അവൾ ഈശോയെ മാത്രം നോക്കും. ശരിക്കുള്ള മാനസാന്തരം ഉണ്ടാകാത്തതിൻ്റെ കാരണം
മാറണോ വേണോ വേണ്ടയോ എന്ന് നീ തീരുമാനിച്ച് മറ്റുള്ളവരെ നോക്കിയ. അവൻ പാപം ചെയ്തിട്ട് മാറിയില്ലല്ലോ, ഇവൻ പാപം ചെയ്തിട്ട് മാറില്ല. അവൻ കുടിക്കുന്നുണ്ടല്ലോ, ഇവൻ വഴിവിട്ട് ചെയ്യും. അവൻ കാണുന്നുണ്ടല്ലോ, ഇവർ ചെയ്യുന്നല്ലോ. അവനവിടെ അബോർഷൻ നടത്തിയില്ല, ഒന്ന് പിന്നെ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അവരാരും കർത്താവിനെ നോക്കിയിട്ടില്ല. ഇവിടെ പാപിനി അവിടെയുള്ള ആളുകളുടെ മുഖത്തേക്കല്ല നോക്കുക, അവരെങ്ങനെയുള്ള കമൻസ് അടിക്കുമെന്നുള്ളതല്ല നോക്കുന്നത്. ഇന്നെല്ലാം നമ്മുടെ എല്ലാം പ്രശ്നം കമൻസ് ആണല്ലോ നമ്മളെ എല്ലാം ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. മീഡിയകളാണല്ലോ തീരുമാനം എടുക്കുന്നത്. അവരെ നോക്കരുത്, അവരെ ആരെന്തും പറയട്ടെ. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ലെന്ന് നമ്മൾ പറയാറില്ലേ? വേറോനിക്കായുടെ കാര്യം പറയുന്ന പോലെ, കുരിശിൻ്റെ കൂടെ നമ്മൾ ചൊല്ലുന്ന പോലെ, സ്നേഹം പ്രതിബന്ധം അറിയാം, ആരെന്തും പറയട്ടെ. ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ടായെന്ന് വരും, ഒരുപാട് ശത്രുക്കളുണ്ടായി, പക്ഷേ ഒന്നും നോക്കുന്നില്ല. മാനസാന്തരപ്പെടുന്നിടത്ത് അത് അത്ര ആരുടെയും അവിടെ ആരുടെയും മുഖം നോക്കാൻ പാടില്ല, കർത്താവിൻ്റെ മുഖം മാത്രം. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അവൾ അവിടെ നിന്നുള്ള ആരെയും നോക്കുന്നില്ല, നേരെ ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലുക. ഈശോയുടെ അടുക്കിലേക്ക് പോയിട്ട് അവൾ മുട്ടുകുത്തുക. അങ്ങനെ ഈശോയെ മാത്രം ആഗ്രഹിക്കുന്നവന് മാത്രമേ പശ്ചാത്താപം ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരുടെയും കൂടെ പേര് കിട്ടണം, എല്ലാവരെയും കോംപ്രമൈസാണ് ഇന്നത്തെ എല്ലാം, അഡ്ജസ്റ്റ്മെൻറ്റ്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ആധ്യാത്മികത. അതൊരിക്കലും ആത്മീയതയല്ലത്. അങ്ങനെ ആത്മീയത ഒരിക്കലും വളരില്ല, ഒരിക്കലും അവൻ പാപത്തിൻ്റെ കുഴിയിൽ നിന്ന് കരകയറില്ല, ഒരിക്കലും അവൻ അശുദ്ധിയോട് വിട പറയില്ല. എന്നും അവൻ മറ്റുള്ളവരെ പോലെ ആയിരിക്കും, കർത്താവിൻ്റെ ഹിതം അനുസരിച്ചുള്ളതായിരിക്കില്ല. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു വചനമുണ്ട്. ആ വചനമാണ് എന്നെ ഇവിടം വരെ എത്തിക്കുന്നതും എന്നെ നയിക്കുന്നതുമായൊരു വചനം. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. അതായത് ഇത് വചനം പഴയ നിയമത്തിലെ ദാവീദിനെ കുറിച്ച് ദൈവം പറയുന്നൊരു വചനം. ജസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പം അന്നെൻ്റെ മനസ്സ് ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ ഒരു വൈദികനാകണം, ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ ഒരു വൈദികൻ. അല്ല നാട്ടുകാർക്ക് ഇണങ്ങിയതോ കൂട്ടുകാർക്ക് കുടുംബക്കാർക്ക് ഇണങ്ങിയതോ അങ്ങനെയുള്ളൊന്നും വേണ്ട. വൈദികനാകുകയാണെങ്കിൽ അത് ഈശോയ്ക്ക് ഇണങ്ങിയ വൈദികനാകണം. ഒരു ഇടവയിലിരിക്കുമ്പോൾ ഇടവകാർക്ക് ഇണങ്ങിയെന്നോ എന്നുള്ളതല്ല നോക്കുന്നത്, അത് ഈശോയ്ക്ക് ഇണങ്ങിയ, ഈശോയുടെ തിരുഹൃദയത്തിന് ഇണങ്ങിയ ഒരു വൈദികനായിട്ട് തീരണം. അതായിരുന്നു എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സ്വപ്നവും പ്രസലോഷം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവൻ സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയുടെ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു, നിങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിനിണങ്ങിയ വ്യക്തികളായിട്ട് മാറണം. അതാണ് മാനസാന്തരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത. മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന രണ്ട് തരം സ്വഭാവം കാണിക്കുന്ന ഡുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു കാലഘട്ടമല്ലേ, അത് കൊള്ളില്ല. ആത്മീയതയുടെ പരിവേഷം പോലും നോക്കിക്കഴിഞ്ഞാൽ നല്ല ആത്മീയ മനുഷ്യൻ, പക്ഷേ ഉള്ളിൽ കാപട്യവും കള്ളത്തരവും വഞ്ചനയും ചതിയും വക്രതയും ഒക്കെ നിൽക്കുമ്പോൾ അത് ആത്മീയതയല്ലത്. അതുകൊണ്ട് ശരിക്കും ഈശോയുടേതായിട്ട് തീരണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം പാപന് ചെയ്യുന്ന 4-5 കാര്യം. ഒന്ന്, ഈശോയുടെ അടുക്കിലേക്ക് ചെല്ലും, അവിടെ ആരും നോക്കുന്നു, ഈശോയെ മാത്രം അവൾ നോക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ അവൾ മുട്ടുകുത്തുക. പാപത്തിൻ്റെ കാലത്ത് അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടില്ല. ഒരു അനുതാപത്തിൻ്റെ അനുഭവമാണ് മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന, മുട്ടുകുത്തുക. അവൾ എളിമപ്പെടണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 3:18-10. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകും. 1 പത്രോസ് 5:6-7. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോട് നിൽക്കുക. സങ്കീർത്തനം 131-1-2 വചനമുണ്ടല്ലോ. അതായത് അമ്മയുടെ മടിയിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന ശിശുവിനെ പോലെ എന്നെ തന്നെ എളിമപ്പെടാൻ നിൽക്കില്ല. അതാണ് കുമ്പസാരക്കൂട്ട് വൈദികൻ്റെ അടുത്തൊക്കെ പോയി എളിമപ്പെടുക, ഭൂമിയോളം എളിമപ്പെടുക. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ഇവളെ മുട്ടുകുത്തി. 2, ഇവള് കരയുകയാ. കണ്ണുകൊണ്ട് ചെയ്ത പാപത്തിന് പരിഹാരമായി അവൾ കണ്ണുവിനെ കണ്ണുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യുക. കരഞ്ഞ് കണ്ണിനെ വിശുദ്ധീകരിക്കുന്നു. ഇന്ന് ഒരുപാട് കണ്ണുകൾ കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തു കൂട്ടുന്ന കാര്യമാണല്ലോ. കണ്ണുകൾ കൊണ്ടുള്ള പാപം അത് ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കും. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ ആദ്യ മനുഷ്യനോട് പിശാച് പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ. അതായത് വിലക്കപ്പെട്ട കനി പാപത്തിനൊരു പ്രത്യേകത. കണ്ണിന് കൗതുകരം,
കണ്ണിന് കൗതുകം, അറിവേകാൻ കഴിവ്, കണ്ണിന് കൗതുകം കൊടുക്കും, കണ്ണിന് സുഖം നൽകുന്ന കാഴ്ചകൾ. അതാണ് കണ്ണിന് സുഖം നൽകുന്നതിലേക്ക് പോകുമ്പോൾ ശരീരത്തിൻ്റെ സുഖങ്ങളിലേക്ക് പോവുക. ശരീരത്തിൻ്റെ സുഖം ഇതെല്ലാം തന്നെ ആത്മാവിന് എതിരാണ്. അതാണ് യാക്കോബ് ലേഖനം 4:4 ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. സർവ്വപ്രതി ഹല്ലേലൂയ. വീണ്ടും റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-7 വചനം പറയുന്നുണ്ട്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ്, മദ്യപാനം മതി, കുടി, പണം, കാശുണ്ടാക്കണം, പേരും പെരുമ, പ്രശസ്തി, ഇതിൻ്റെ സുഖവന് ശരീരത്തിൻ്റെ എല്ലാ സുഖവും, സെക്സ്. നിനക്ക് അപ്പനമ്മയോ മക്കളോ കുടുംബമോ ഒന്നും വേണ്ട. 3 കാര്യം മതി. 1 മദ്യം, 2 സെക്സ്, 3 പണം. ഇത് 3 മതി. അവനത് മാത്രം. അതുപോലെ ഇത് 3 ഓർത്തോണം. നിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ തീരാവേദന ഉണ്ടാക്കുന്നതാണ് ഈ പ്രവർത്തികളെന്ന് നീ തിരിച്ചറിയണം. കാരണം അതറിയണം. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 3:15-18 വരെയുള്ള വചനം വായിക്കും, 17 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 16, 17, 18 വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അരൂപിയുണ്ട് മക്കൾ. എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഞാൻ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നത് ശുശ്രൂഷ സമയങ്ങളിൽ രോഗികളുടെ മേൽ കൈകൾ വെക്കുമ്പോൾ, കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന സമയം ആളുകൾ കർത്താവിൻ്റെ ആത്മാവിനോട് ചില കാര്യം ചിലപ്പോൾ ആൾ വരുമ്പം മുഴുവൻ കാര്യം എനിക്ക് ഈശോ പറഞ്ഞു തരുവേ. വരുന്ന ആളുടെ മുഴുവൻ കാര്യം രഹസ്യങ്ങളും എല്ലാം ഈശോ ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മുഴുവൻ എങ്ങനെ അച്ഛനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടതാ, ഉള്ളിൽ ശബ്ദം വന്നു, ആ ശബ്ദത്തിൽ ഇത് മുഴുവനുണ്ട്. അച്ഛനെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവുണ്ട്. നമ്മൾ വെറുതെ തോന്നലൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ജീവനുള്ള ആത്മാവാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ 3ാമത്തെ ആളാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ദൈവം തന്നെയാണ്, ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. പലർക്കിത് കേൾക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പാപത്തെ കേട്ട് ശീലിച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ പിന്നെ കേൾക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മ സ്വരം പോലും തിരിച്ചറിയാൻ പറ്റില്ല. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടെ കൈയടിച്ചേ, ദൈവത്തിൻ്റെ മക്കൾ കൈയടിച്ചേ, പോരാ ഉച്ചത്തിൽ കൈയടിച്ചേ, ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ചിലർക്ക് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ട, ഭർത്താവും വേണ്ട, മക്കളും വേണ്ട, പണം, സെക്സ്, 24 മണിക്കൂർ ഇതിനകത്ത് കുളിച്ച് കിടക്കുന്ന ജീവിതങ്ങൾ, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല. കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക 24 മണിക്കൂറും ടെലിവിഷൻ്റെ മുമ്പിൽ, സുഖത്തിൻ്റെ മുമ്പിലും, ഫോണാണ്. ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പുകളാണെന്ന് വാട്സപ്പും ഫേസ്ബുക്കിലൂടെ എല്ലാം ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്. ചിലർക്ക് ആ ബന്ധം മുഴുവൻ അവിഹിത ബന്ധങ്ങളുണ്ടാകുക. എന്തൊക്കെയാ ഇത് വരുമ്പോൾ നീ ദൈവത്തിൻ്റെ ശത്രുവായത്തിൻ്റെ കൃപയെന്ന് പുറത്തു പോവുക. പാപിനി അതല്ല, പാപിനി ഇതിവിടെ വെച്ച് മാനസാന്തരപ്പെടണം. നമ്മൾ മാനസാന്തരപ്പെടണം. ദൈവം ആഗ്രഹിക്കുന്നു. ദൈവഹിതമാണ് വെളിപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം, അത് മാനസാന്തരത്തിൻ്റെ, അത് സംഭവിച്ചില്ലെങ്കിൽ ഈ ധ്യാനം കഴിയുമ്പോൾ ദൈവം കരയും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. തീർത്ഥാടന കേന്ദ്രം, അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവമക്കൾ കടന്നു പോകുന്ന സ്ഥലം. അപ്പം ഇവിടെ വരുന്ന ദൈവമക്കൾ, വചനം കേൾക്കുന്ന മക്കൾ മാനസാന്തരപ്പെടണം. കർത്താവിന് അല്ലെങ്കിൽ കർത്താവ് കരയും. ജെറുസലേം ദേവാലയം എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ചങ്കാണത്. ഇസ്രായേൽ ജനത്തിൻ്റെ എല്ലാമാണ് ജെറുസലേം. പക്ഷേ അവിടെയുള്ളവർ കാര്യം ദേവാലയമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും മാനസാന്തരമില്ലാത്തൊരു ജനത ഇവിടെ ഉണ്ടായിരുന്നേ. അതിനെ നോക്കി കർത്താവ് വിലപിക്കുന്നത്. എന്നാൽ നമുക്ക് ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുന്നുള്ളേ, നിൻ്റെ അടുക്കിലേക്ക് എറിയുന്നവരെ അടുക്കിലേക്ക് വരുന്നവരെ കല്ലെറിയുന്നവളെ, പിടക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിന് കീഴിൽ സൂക്ഷിക്കുന്ന പോലെ നിന്നെ സൂക്ഷിക്കാൻ ആ കർത്താവിൻ്റെ ആഗ്രഹത. അവിടെ ഈ ഒരു ആലയത്തിൻ്റെ അഭിഷേകം നമ്മളെ മാനസാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കഥ പറഞ്ഞ് ബന്ധനം മൊത്തം അടിയട്ടെ. ഉച്ചത്തിൽ കൈയടിക്ക്. സകല ചങ്ങലകൾ പൊട്ടിപ്പോട്ടെ. പാപശക്തി ഇറങ്ങിപ്പോട്ടെ. അനുതാപത്തിന് കൊണ്ട് പ്രാർത്ഥിക്കുക. ആമേൻ.
ആ പാപിന് ചെയ്ത കാര്യം, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൾ എളിമപ്പെട്ടു. അവൾ കരച്ച്, അതാണ് അനുതാപം. ദൈവത്തെ വേദനിപ്പിച്ചു. ഈശോയുടെ മുഖത്ത് കരുന്ന്, ഈശോ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണം. ഈ പാപമോചനം, ഈശോ ദൈവമാണ്, അവൻ പാപമോചനം തരാം ഈശോയെന്ന്. ഈശോയുടെ പാപമോചനം ഉണ്ടോ? അവൾ നോക്കിക്കേ, ഈശോ അറിഞ്ഞു, ഈശോ തിരിച്ചെടുക്കണം. ഈശോയിലാണ് പാപമോചനം ഇരിക്കുന്നതെന്ന് അവൾ അറിഞ്ഞു. ആണ് ഒരു പാപി അറിയേണ്ടത് പാപമോചനം എവിടെ കിട്ടും. നാട് നീളം നടന്നാൽ അവിടെ ഇവിടെയും പോയാലോ, അവിടെ ഇവിടെയും പോകുന്നത് കിട്ടത്തില്ല. തിരുസഭയിൽ കർത്താവിൻ്റെ സഭയിൽ ഇരിപ്പുണ്ടത്, കൃപയിരിപ്പുണ്ട്, കുദാശകൾ ഇരിപ്പുണ്ടത്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് മുട്ടുകുത്തുക, കരയുകയാണ് അവൾ, കരയുക. അപ്പോൾ തൻ്റെ കണ്ണുകൊണ്ട് ചെയ്ത പാപത്തിന് കണ്ണുകൊണ്ട് തന്നെ കരയുകയാണ്. പരിഹാരം ചെയ്യുക, പരിഹാരത്തിൻ്റെ കണ്ണുനീരൊഴുക്കുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ആ കണ്ണുനീര് കൂടെ ഈശോയുടെ പാദത്തിലേക്ക് ഒഴുക്കുകയാണ്. അതുപോലെ ഒഴുകിയെന്ന് പറഞ്ഞു. പിച്ചരയൊന്നുമല്ല കരഞ്ഞത്, അവൾ തൻ്റെ ജീവിതത്തിൽ ചെയ്ത് മുഴുവൻ പാപത്തിനുള്ളൊരു കണ്ണുനീരൊഴുക്കുന്നു. അതാണ് ഉണ്ടാകണത്. അത് ഹൃദയത്തിൻ്റെ, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു. ഈശോയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈശോ ഞാൻ പാപം ചെയ്തു പോയി, എന്നെ ക്ഷമിക്കണേ. ആ കണ്ണുനീർ ഒഴുക്കുകയാണ്. ഒഴുകിട്ട് അവൾ അതിനിടയിൽ തൻ്റെ തലമുടി കൊണ്ട് കർത്താവിൻ്റെ പാദം തുടയ്ക്കുന്നു എന്ന് പറയാൻ അർത്ഥമുണ്ട്. അത് അടയാളങ്ങൾക്ക് അർത്ഥമുണ്ട്. അതായത് തലമുടി ഒരു സൗന്ദര്യത്തിൻ്റെ അടയാളമാണ്. അവൾ സൗന്ദര്യം കൊണ്ട് ഒരുപാട് പേരെ വശീകരിച്ചതാണ്. അപ്പം അതുകൊണ്ട് അവൾ അവിടെ തലമുടി കൊണ്ടത് പരിഹാരം ചെയ്യുകയാണ്. അവൾ ഈശോയുടെ പാദം ചുംബിക്കുക. അനേകരെ പാപത്തിൻ്റെ ചുംബനം കൊണ്ട് വശീകരിച്ചവളാണ് അവളെ. അതിവിടെ കർത്താവിൻ്റെ കാലുകളെ ചുംബിച്ചുകൊണ്ട് അവൾ പരിഹാരം ചെയ്യുകയാണ്. അതെല്ലാം ഒരു പരിഹാര ശുശ്രൂഷയാണ്. അങ്ങനെ ചെയ്യുകയാണ് അവൾ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അവസാനം അതിനുശേഷം അവൾ എഴുന്നേറ്റിട്ട് അടുത്തൊരു കർമ്മം, സുഗന്ധ തൈലം പൂശുകയാണ്. ഈ സുഗന്ധ തൈലം എങ്ങനെയാണ്? എവിടെ നിന്നുണ്ടായി ഇവൾക്ക് ഈ സുഗന്ധ തൈലം? അവളുടെ കയ്യിലിരിക്കുന്ന സുഗന്ധ തൈലത്തിൻ്റെ പാപത്തിൻ്റെ വേതനം കിട്ടിയതാ. പലരുടെയും കയ്യിലിരിക്കുന്ന പണം, സ്വത്ത്, ബാങ്ക് ബാലൻസ് പാപത്തിൻ്റെ വഴിയിലൂടെ നേടിയതാണെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ മാനസാന്തരം പൂർണ്ണമാകുകയുള്ളൂ. 1ഉം 2ഉം ഘട്ടമൊക്കെ എല്ലാവരും ചെയ്യാൻ തയ്യാറാവും. അവസാന ഘട്ടം വരുമ്പോഴാണ് അവിടെ ഒരു നോ പറഞ്ഞു നിൽക്കുന്ന ഒത്തിരി മക്കളുണ്ടല്ലോ. ധനവാന്റെ കാര്യം പറഞ്ഞ പോലെ ചെറുപ്പക്കാരൻ ഈശോയുടെ അടുക്കെ വന്നിട്ട്, ഈശോയെ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, നീ പോയി ദൈവകൽപ്പനകൾ അനുസരിക്കുക. അപ്പം അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ എല്ലാ കൽപ്പനകളും ഞാൻ അനുസരിക്കുന്നുണ്ട്. അപ്പം ഈശോ പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. ശരിക്കും നിനക്ക് എന്നെ അനുഗമിക്കണമെങ്കിൽ മുഴുവൻ വിൽക്കണം, എന്നെ സ്വന്തമാകണേ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പറഞ്ഞനും പറയുന്നുണ്ട്, അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒരുപാട് സമ്പത്ത്, ഒരുപാട് ബന്ധങ്ങൾ. ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവൻ്റെ ബന്ധനത്തിലാണവൻ. പാപമേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയെ. അപ്പോൾ ഈശോ അവനെ നോക്കി കരയുന്നുണ്ട്. ശരിക്കും പറയും, സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഉച്ചത്തിൽ കൈയടിച്ചല്ലോ. കരങ്ങൾ ഉയർത്തി കേടിച്ച്. പ്രിയപ്പെട്ട മക്കളെ, പാപിനെ സുഗന്ധ തൈലം കർത്താവിനെ പൂശുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? വലിയൊരു അഭിഷേകം. അവളെ പാപത്തിൻ്റെ വേദന എല്ലാം കർത്താവ് തീർക്കുകയാണ്. മുഴുവൻ പൂർണ്ണമായ മാനസാന്തരം ഉണ്ടായി. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ അവിടെയുള്ളതെല്ലാം പിറുപിറുക്കാൻ തുടങ്ങി. എന്താ ഇത്? ഈശോ പാപമോചനം കൊടുക്കും. അത് ഈശോയ്ക്കത് പറ്റുള്ളൂ. നിരവധിയായ പാപങ്ങൾ മോചിക്കപ്പെട്ടു. നിൻ്റെ കർമ്മം കൊണ്ടല്ലോ, നിൻ്റെ പരിഹാര പ്രവർത്തികൾ, പ്രാശ്ചിത്ത പ്രവർത്തികൾ, അത് മുഖാന്തരം നിൻ്റെ മേലുള്ള പാപങ്ങൾ നീങ്ങിപ്പോയിരിക്കുന്നു. സ്വരമോടത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വ ആരാധന ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിരവധിയായ പാപം. ഈശോ അധികം സ്നേഹിക്കുന്നവനോട് അധികം ക്ഷമിക്കുന്നു. അല്പം സ്നേഹിക്കുന്നവൻ അല്പമേ ക്ഷമിക്കപ്പെടുന്നുള്ളൂ. അധികം സ്നേഹിക്കുന്നവൻ അധികം ക്ഷമിക്കപ്പെടുകയാണ്.
അധികം സ്നേഹിക്കണം. ഇതാണ് പരിഹാരം എന്ന് വെച്ചാൽ ഇനിയുള്ള കാലം മുഴുവൻ കർത്താവിൻ്റെതായിട്ട് ജീവിക്കല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥമായ മാനസാന്തരം, അത് പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീര്, അത് ഹൃദയം നൊന്തുള്ള എൻ്റെ ജീവിതത്തിൽ മുഴുവൻ മാറ്റം വരുത്തുന്ന സമയമാണ്. പൂർണ്ണമായ മാനസാന്തരം, പശ്ചാത്താപം, തിരുത്തുക, ദാനധർമ്മം ചെയ്യുക, പരിഹാര പ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള, ശത്രുവിനോട് അകന്നിക്കുക, വെറുക്കുക എന്നുള്ള, ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള വലിയ പുണ്യം, അതൊക്കെ ചെയ്യണം. അപ്പോഴാണ് കൃപ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കൺവെൻഷൻ, ഈ സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഉണർന്ന് പ്രാർത്ഥിക്കുക. യഥാർത്ഥമായ മാനസാന്തരം, ശരിക്കുള്ള മാനസാന്തരം, അതുണ്ടാകുമ്പോൾ സ്വർഗീയമായ അനുഭവങ്ങൾ, അഭിഷേകങ്ങൾ സ്വന്തമാക്കാൻ പറ്റുക. ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന്, പുണ്യവാന്മാരോട് ചേർന്ന്, ദൈവജനത്തോട് നിൻമുഖമൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു, പാപിനിയെ പോലെ. ആരാധ്യൻ യേശു പരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങൾ ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.